ഇതിലെ സഞ്ജയ് വാണസ്വാമിക്ക് പഴിഞ്ഞ വെള്ളം കുടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ദരിദ്രോളി മുതുക് കുഴവിക്കെണ്ടായിട്ടാണ് കാണിച്ചിരിക്കണെന്ന്. അത്രയ്ക്കും ഗതികെട്ടവരാണ് ഇതിലെ ഗജനിയെന്ന്. ഈ കണ്ണു കാണാത്ത കണ്ണൂച്ചി അമ്മച്ചാണ് ഇതിലെ അസിൻ. പേര് മുണ്ണ. പൊന്നെണ്ണ സത്യമായിട്ടും കോമഡിക്ക് പറഞ്ഞൊന്നുമല്ലെന്ന്. ഇവരെ പേര് ഇതിൽ മുണ്ണ എന്നാണ്. ഇതൊരാളുടെ പേരാ, കേട്ടിട്ടൊരു സിനിമ പേര് പോലെ തോന്നുന്നു. ഫ്രണ്ടിൽ രണ്ട് മത്തങ്ങ പോലത്തെ കണ്ണില്ലേടി കുഴവി. നിനക്ക് കണ്ടുകൂടി ആള് നടന്നു വരണത്. അപ്പൊ ഇടിച്ചിട്ട് ക്യൂട്ട്നസ് തൊലിക്കണം കളകളവിക്ക്. ഇവരാണ് ഇതിലെ നയൻതാര. മറ്റതിലെ നയൻതാരയ്ക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. ഇതിലെ താരയുടെ ഒരേ ഒരു താരമാണ് ഈ താരം. രണ്ടുപേർക്ക് ഇതിൽ ഐറ്റം സോങ് ഒക്കെ ഉണ്ട് കേട്ടാ. ഇങ്ങനെ കുലുക്കി 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 ആടണമാണ് ഇവരെ സ്റ്റെപ്പ്. ഇന്ത്യയുടെ ഇതൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് ഈ രണ്ടും. ഏതോ മെയിൻ കൂടിയ ടോപ്പിക് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ടെണ്ണം കൂടെ അവിടെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടണത്. അടിച്ച് പേക്കൂത്ത് കാണിക്കാൻ പോണ കീടനാശിനികളാണ് ഇനി ആളുകളെ ഡോക്ടറായിട്ട് രക്ഷിക്കാൻ പോണത്. ഇയാളാണ് മറ്റേ ഇരട്ട വില്ലൻ. സർപ്രൈസ് സുഹൃത്തുക്കളെ, ഇതിൽ ഇങ്ങനെ ഇരട്ട അല്ല, പക്ഷെ വെറും പരട്ടയാണ്. ഇയാളെ എൻട്രി സീനാണ് കേട്ടോ ഇത്. മാസ് കാണിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങേര് വലിച്ചോണ്ടിരുന്ന സിഗരറ്റ് ഈ വലിയന്റെ കൊടുത്തിട്ട് അപ്പൊ തന്നെ തിരിച്ചു മേടിച്ച് വീണ്ടും വലിക്കുന്നു. ഇവന് എന്താ പ്രാന്താണ്. ഇയാൾക്ക് എന്താണ് വയ്യേ? മറ്റേതിൽ പോലീസുകാരൻ ഗജനി അണ്ണന്റെ ഡയറി എടുത്ത് വായിക്കുമ്പോഴാണ് സഞ്ജയ് വാണസ്വാമി ആരാണെന്നും അസിൻ എന്തിനാണെന്നും നമ്മൾ അറിയണത്. ഇതിൽ വരുമ്പോഴും നേരെ ഉൾട്ടേഷാണെന്ന്. ആദ്യം തന്നെ ഇങ്ങനെ സഞ്ജയ് വാണസ്വാമിയായിട്ടാണ് നമ്മൾ കാണിച്ചു തരണത്. നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മുണ്ടും പൊക്കി ആരെയൊക്കെ ഇടിക്കാൻ പോകുന്നു ഇങ്ങനെ. ഇതിൽ അസിൻ ചാവണത് വരെ സഞ്ജയ് രാമസ്വാമി ആരാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ചേച്ചി ഇതിൽ അറിയും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ അണ്ണന്റെ നെടുവരയിൽ ഒരു വീഡിയോ അങ്ങോട്ട് കാണും, ഒരു ഇന്റർവ്യൂ. അപ്പോഴും മനസ്സിലാക്കും ഇത് സഞ്ജയ് വാണസ്വാമിയാണ്. അങ്ങനെ നേരെ പോയി ചേച്ചി അങ്ങോട്ട് ഉടക്കി പിരിയും. എന്നിട്ടാണ് ഈ രണ്ടെണ്ണത്തിനെ മറ്റോമാര് മൊളാടായിട്ട് തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഉറക്കി വിടണത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അസിനെ കൊന്നുകൊണ്ടാണ് ഗജിനെ എല്ലാത്തിനെയും ജപിച്ച് വിടണത്. പക്ഷേ ഇതിലെ മുണ്ണ ചാവൂലെന്ന് കോമേലാവേ ഉള്ളു കള്ളക്കിളവി. കൂടെ ഇങ്ങനെ കാണാനൊക്കെ പോകും കേട്ടോ അവളെ. പിന്നെ നീ എന്തിനു വലിക്കാനാണ് അവന്മാരെല്ലാത്തിനെ കൊല്ലാൻ പോണത്? ഭയങ്കര വലിയ കോടീശ്വരല്ലേ, നിനക്ക് കേസ് കൊടുത്തുകൂടാക്കണേ. ഏറ്റവും വലിയ രസമുള്ള കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റതിൽ നമ്മളാണ് ആരെ മറക്കാതിരിക്കാൻ വേണ്ടി ടാറ്റു ആണ് അടിക്കണത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൈനർ എടുത്ത് തുപ്പല് വരട്ടി ഇതിലങ്ങോട്ട് വരച്ചു വയ്ക്കുന്നു. ഇതില് സഞ്ജയ് വാണസ്വാമി അപ്പൊ ഇതിൽ കുളിക്കാൻ പറിക്കൊന്നും ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഇത് മാഞ്ഞു പോകാതിരിക്കുന്നത്. അവസാനം ഇങ്ങനെ പോലീസിനെ കൊല്ലണതും താരയെ തരം കിട്ടിയപ്പോ കൊല്ലാൻ വരണതും അതിന്റെ കാരണത്താൽ പോലീസ് പിടിച്ചണ്ട് പോയി ഹോസ്പിറ്റലിൽ ചേർക്കുന്നതും ഇവിടെ വെച്ച് തുപ്പല് വരട്ടിയ രാറ്റുറ്റവന്മാര് വെള്ളം തൊട്ട് മാച്ച് കളയണതും നടന്ന സംഭവങ്ങൾ മൊത്തം താരച്ചേച്ച് വാണസ്വാമിക്ക് മുഴിയണതും എല്ലാം പെട്ടെന്നായിരുന്നു. ഇവിടെ വരെ മറ്റതിലെ പോലെ തന്നെയാണെന്ന്. മറ്റതിലെ ഇരട്ട കുട്ടികൾ ഇതിലില്ലാത്തോണ്ടും ഇതിലെ സിംഗിൾ കുട്ടി ആയതുകൊണ്ടും താരച്ചേച്ചിയുടെ ബോയ് ഫ്രണ്ടിനെ കെട്ടിവെച്ചിട്ട് വിരട്ടിക്കൊണ്ട് നമ്മുടെ അണ്ണനെ ഇവിടെ വരുത്തിക്കുന്നു. എന്നിട്ട് കുരവേട്ടിട്ട് അവനെ കൊല്ലണമെന്ന് പറയുന്ന അണ്ണ ഓടിച്ചെന്ന് എല്ലാണത്തിനെ നാക്കി പിരട്ടുന്നു. അതിന്റെ ഇടയിൽ നമ്മളെ മുന്നേ കൊണ്ടുവന്ന് കത്തി വെച്ച് ആശാനെ പേടിപ്പിച്ച് മണ്ടപുളക്ക അറിഞ്ഞ് കയറ്റി കൊടുക്കുന്നു. ആ മണ്ടപുളക്കൽ കണ്ട് നമ്മളെ മുണ്ണച്ചി അങ്ങ് ചാടി എണീക്കും കോമയെന്ന്. അയ്യോ എന്റെ മാപ്പിള അടിക്കുന്നേ. പിന്നെ എന്തിനാണ് അവിടെ നടക്കണത്? വാണസ്വാമിയും തള്ളസ്വാമിയും പുള്ളസ്വാമിയും അമ്മച്ചി സ്വാമിയും അതേണക്ക് തന്നെ മുണ്ണസ്വാമി എല്ലാം അവിടെ ചെന്ന് എല്ലാവനെ അങ്ങ് നാട്ടി പെരട്ടി കൊല്ലുന്നു. തീർന്നിട്ടില്ല ഉണ്ണികളെ. അവസാനം പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോവും. പിന്നെ അല്ലാതെ പോലീസ് എന്തിനു വലിക്കാനായിരിക്കുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോകും ഈ മണ്ണാളാ. സിനിമ തെറ്റുന്നു ശുഭം. ഇതൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും നമ്മുടെ പൊന്നോ.